കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനായി പോയത് ഓട്ടോറിക്ഷയിൽ. ഫോൺ നോക്കിയിരിക്കുകയായിരുന്ന അഫാന് മദ്യത്തിന്റെ മണമുണ്ടായിരുന്നുവെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള അഫ്സാന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. വെഞ്ഞാറമൂട്ടിലെ സഹർ അൽ മന്തി എന്ന കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ എത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. 24 എക്സ്ക്ലൂസീവ്. നന്നായി അറിയാവുന്ന അഫാൻ 5 പേരെ കൊന്നെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്ന് ശ്രീജിത്ത് പറയുന്നു. 2 തവണയാണ് ഇന്നലെ അഫാൻ ശ്രീജിത്തിന്റെ ഓട്ടോ വിളിച്ചത്. വൈകിട്ട് 3 മണിയോടെ ആദ്യം അനുജൻ അഫ്സാനെ വെഞ്ഞാറമൂട് സഹറൽ മന്തി കടയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. 3:15 സമയത്ത് ഇവന്റെ അനിയനും കൂടെ ഇവിടെ വന്നായിരുന്നു. ഓട്ടോ സ്റ്റാൻഡിൽ വന്നായിരുന്നു. വെഞ്ഞാറമൂട് സിന്ധിക്കേറ്റിന് നേരെയുള്ള സഹർ മന്തി ഉണ്ടല്ലോ, സഹർ മന്തി അവിടെ ആക്കി കൊടുത്തു. അവിടെ വണ്ടിക്കൂലി മതി. തിരിച്ചെന്ന വണ്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ആക്കി കൊടുത്തതേ ഉള്ളൂ. പുള്ളി അവിടെ ആക്കി. വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. ബൈക്ക് കേടായെന്നും പോലീസ് സ്റ്റേഷന് സമീപത്തെ വർക്ക്ഷോപ്പിലെത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. യാത്രയിൽ യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ലെന്ന് ശ്രീജിത്ത്. വണ്ടി എന്താ എടുക്കാത്തെന്ന് വെച്ചാൽ പ്ലഗ് കംപ്ലൈന്റ്, വണ്ടി സ്റ്റാർട്ട് ആവണില്ലെന്ന് പറഞ്ഞു. ഉയർത്തിട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, സാധാ കുത്തണമെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയൊരു മദ്യത്തിന്റെ സ്മെൽ ചെറുതായിട്ടെങ്കിലും തോന്നി. അഫാനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി തൊട്ടു പിന്നാലെ സ്റ്റേഷനിൽ നിന്ന് വിളിയെത്തി. ഫോൺ കട്ട് ചെയ്യാതെ അഫാന്റെ വീട്ടിലെത്തിയപ്പോഴാണ് കൂട്ടക്കൊലയുടെ വിവരങ്ങൾ ശ്രീജിത്ത് അറിഞ്ഞത്. എന്നെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഈ പുള്ളി വിളിച്ച നമ്പറിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഒരു സാറ് വിളിക്കണം. ഇവന് വല്ല മനസ്സിലായിട്ട് എന്തെങ്കിലും പ്രശ്നം? ഞാൻ ഇല്ല, കുഴപ്പമൊന്നുമില്ല, മദ്യപിക്കും, ഞാൻ ഇല്ല, ലഹരിയാണുണ്ട്, അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് ഇവൻ ഇവിടെ നിന്ന് വിച്ചിമ്മയൊക്കെ പറഞ്ഞ് ഉമ്മയ്ക്ക് വിഷം കൊടുത്ത്, സൗറിന് വിഷം കൊടുത്ത്, അവൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അവൻ ചുമ്മാ പറയണായിരിക്കും, ഞാൻ ഫോൺ കൊണ്ടൊന്ന് കൊടുക്കാം. കൊലപാതകത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ച് കൂടുതൽ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കൊല്ലപ്പെട്ട അഫ്സാൻ കൊലപാതകത്തിന് തൊട്ടുമുമ്പ് വെഞ്ഞാറമൂട്ടിലെ സഹറൽ മന്തി എന്ന കടയിൽ ഭക്ഷണം വാങ്ങാൻ എത്തുന്നതാണ് ദൃശ്യങ്ങൾ. ഭക്ഷണം വാങ്ങാൻ അഫ്സാനെ അയച്ചത് അഫാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയെന്നും സംശയം. ദമാമിലുള്ള അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന് ഉടൻ നാട്ടിലെത്താനാകില്ല. 3 വർഷമായി ഇക്കാമ പുതുക്കാത്തതാണ് തടസ്സം. പേപ്പർ വർക്കുകൾ ശരിയാക്കി ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് ദമാമിലെ സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കം 24-നോട് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ പെനാൽറ്റി അടച്ചുകൊണ്ട് സ്പോൺസറെ കൊണ്ട് ഇത് ഇക്കാമ പുതുക്കുക, അടിച്ചു കയറ്റിവിടുക. ഇതിൽ ഏത് വിധേന എന്തായാലും ഈ വരുന്ന വീക്കിൽ തന്നെ അദ്ദേഹത്തിന് ഇവിടെ നാട്ടിലെത്തിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. 24 തിരുവനന്തപുരം.